സ്നേഹമുള്ളവരെ, വെള്ളിയാഴ്ചയിലത്തെ ഇന്ന് വെള്ളിയാഴ്ച നിയോഗ പ്രാർത്ഥന. നമ്മുടെ നിയോഗങ്ങൾ, നിങ്ങൾക്ക് അസാധ്യമായ ആ 2 കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് എല്ലാം ദൈവം തടസ്സമില്ലാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ദൈവം നടത്തി തരട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ കിട്ടാറില്ല, ചില നിയോഗങ്ങൾ സാധിച്ചു കിട്ടാറില്ല. ദൈവത്തിൻ്റെ മക്കളെ, ഇത് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. വിശുദ്ധ മത്തായിയുടെ ശേഷം 22:37-38 തിരുവചനം: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തി, പൂർണ്ണ വിശ്വാസം, അതായത് പാവമില്ലാത്ത ശരീരം, വെറുപ്പദ്വേഷവാൻ ആത്മാവ്, ആഴമേറിയ വിശ്വാസം, പല വിചാരം കൂടാതെ പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കുകയാണെങ്കിൽ ദൈവം അത് തരും. ഫസ്റ്റ്. സെക്കൻഡ് വൺ, നമുക്ക് അപ്പം അത് കിട്ടാൻ പാടില്ല, നമുക്കിനി സമയമെടുക്കും. ഒരു കൊച്ച് അല്ലെങ്കിൽ ഒരു മുട്ടൂത്തി അടയുന്ന ആ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഓടി വന്നിട്ട് മണ്ണെണ്ണ വിളക്ക് കാണുമ്പോൾ, അതിൽ മെഴുതിരി കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് തൊടാൻ പോകാറുണ്ട്. നമ്മളപ്പോൾ വേഗം ദേഷ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞു കൊച്ചിനെടുക്കും. ആ കുഞ്ഞ് ഓടിച്ചെന്ന് അതുമ്പോൾ തൊട്ടാൽ തീർച്ചയായിട്ടും കൈ പൊള്ളും, ശരീരം പൊള്ളും. ദൈവത്തിനറിയാം ഈ സമയം നമുക്ക് ചോദിച്ചതല്ല. സ്നേഹമുള്ളവരെ, അതിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടട്ടെ. ദൈവഹിതമാണെങ്കിൽ നിങ്ങളത് പ്രാർത്ഥിച്ചു നോക്കിയേ. കർത്താവേ, എനിക്കിന്നത് വേണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ മാത്രം, അങ്ങയുടെ സ്വീകാര്യമായ സമയമാണെങ്കിൽ മാത്രം കർത്താവേ അത് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ള വെള്ളിയാഴ്ച കർത്താവിൻ്റെ പീഡാനുഭവം നമ്മൾ കൂടുതൽ ധ്യാനിക്കുക, എല്ലാ ദിവസവും ധ്യാനിക്കുക, കൂടുതൽ ധ്യാനിക്കുക. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇന്നെങ്കിലും ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്ര നല്ലതാണ് മക്കളെ. നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. കർത്താവേ, കർത്താവേ, എല്ലാവരെയും ആസ്വദിക്കണ കർത്താവേ. അങ്ങ് പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ എൻ്റെ അരികിൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിച്ചുകൊള്ളാമെന്ന്. കഷ്ടപ്പെടുന്ന, തകർന്ന മനസ്സ്, തകർന്നു കിടക്കുന്ന രോഗികൾ, ഒരു സമാധാനമില്ലാത്ത എത്രയോ മക്കൾ കർത്താവേ, നല്ല ജോലിയില്ല, കുഞ്ഞുങ്ങളില്ല, വീടില്ല, കെട്ടിയ ഭർത്താവാണെങ്കിൽ സമാധാനം തരാത്തവൻ, കുടുംബജീവിതമാണെങ്കിൽ ഒരു ഭദ്രതയില്ലാത്ത അവസ്ഥ എല്ലാം കാണുന്നില്ല കർത്താവേ. അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവ് അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. മക്കളെ, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ മൗനമായിട്ടിരിക്കുക. മൗനമായിട്ട് ഈശോയെ ധ്യാനിച്ച്, ഈശോയ്ക്ക് പലതും പറയാനുണ്ട് മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നേരവും ആരാധന. സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വേദനിക്കുന്ന സകല മക്കളുടെ വേദനകൾ മാറ്റണമേ കർത്താവെ. രോഗാവസ്ഥയിൽ കിടക്കുന്ന സകല മക്കളുടെ അവർക്ക് മാനസാന്തരം കൊടുക്കണമേ, പാപബോധം കൊടുക്കണമേ, പശ്ചാത്താപം കൊടുക്കണമേ. മദ്യപാനികളായ സകല മക്കൾക്ക് മാനസാന്തരം കൊടുത്ത് അവർ പുതിയ സൃഷ്ടി കൊടുക്കണമേ കർത്താവെ. പുകവലിക്കുന്നവർ, MDMA ഉപയോഗിക്കുന്നവർ കർത്താവെ, മാതാപിതാക്കളെ അനുസരിക്കാത്തവരെ അവരെല്ലാവരും തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. സകല വിശുദ്ധരെ അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മരണയാൽ ഇതാ ഈ അങ്ങയുടെ 5 മുറിവുകളിലേക്ക് ഈ മക്കളെ നിയോഗങ്ങൾ സമർപ്പിക്കുക, ഈ മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ മാറോട് ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് ആസ്വദിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, കടൽപ്പണിക്കാർ കർത്താവെ, കൃഷി ഇടത്തുള്ള മലയോര മക്കൾ പണിയില്ലാതെ വേദനിക്കുന്നവർ അവരുടെ കൃഷികളെ ആശ്രയിച്ച് അനുഗ്രഹിക്കണേ കർത്താവെ. യേശുവിൻ്റെ തിരുരക്തം കർത്താവെ, അങ്ങ് ഗാഗുൽഥായിൽ ഒഴുക്കിയ തിരുരക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ഒഴുക്കണമേ കർത്താവെ. ഇവരുടെ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ ഒഴുക്കണേ. സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഒരിക്കലും മദ്യം കഴിക്കാതെ, മദ്യപാനികൾ മദ്യം കഴിക്കാതെ, പുകവലിക്കാർ, MDMA ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെല്ലാവരും തൊട്ട് അനുഗ്രഹിക്കണം. അവർക്ക് പാപമൊത്ത് പശ്ചാത്താപം കൊടുത്ത് അവരതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണേ കർത്താവേ.
ജോലിയിലെ പ്രൊമോഷനുകൾ കൊടുക്കണമേ കർത്താവേ. നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടട്ടെ കർത്താവേ. യേശുവേ നന്ദി, ആരാധന ആരാധന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹാലേലിയ 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 ഹാലേലിയ. യേശുവേ നന്ദി 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 നന്ദി. ഈശോയുടെ മക്കളെ, ഇന്നൊരു കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളിരുന്ന് ബൈബിള് വായിക്കുക. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനങ്ങളെ നിർവീരാക്കാൻ സാധിക്കും മക്കളെ. ദൈവവചനം ഒരു രോഗിയെ സുഖപ്പെടുത്തും മക്കളെ. ദൈവവചനം ഒരു വ്യക്തിയെ ശിഷ്യപ്പെടുത്തും മക്കളെ. കർത്താവിൻ്റെ മക്കളെ, ഈശോയുടെ മക്കളെ, ശാന്തമായിരുന്ന് നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ ഉറക്കനെ വായിക്കുക. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ബിസിനസ് ഇല്ലാത്ത അവസ്ഥയാണോ? നിൻ്റെ വണ്ടിയിൽ ഓട്ടമില്ലാത്ത അവസ്ഥയാണോ? നിൻ്റെ സ്ഥാപനങ്ങളിലോ ഏത് മേഖലയിലാണോ ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥയാണോ? മടിക്കരുത് മക്കളെ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടാകണം. തൽക്കാലം വീട്ടിലെങ്കിലും കൊണ്ടുവയ്ക്കുക. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ പോക്കറ്റിലൊരു പോക്കറ്റ് ബൈബിൾ ഉണ്ടാകണം. എത്ര നല്ലത്. കാരണം ഈശോയും കൂടിയാണ് നടക്കുന്നത്. ഈശോയിൻ്റെ കൂടെ നടക്കുന്നത്. ഹല്ലേലൂയ. ബൈബിൾ ഉറക്കനെ വായിക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ പൈശാചിക ബന്ധനങ്ങൾ, അന്ധകാര ശക്തികൾ മാറുമേ. പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷമായി മാറും. പലതും പ്രവർത്തിച്ച് അശുദ്ധമായിരിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങൾ ദൈവസ്വരം കേട്ട് ദൈവത്തിൻ്റെ സ്വരത്താൽ ദൈവജനത്തിൻ്റെ ശക്തിയാൽ ബന്ധനങ്ങൾ അഴിച്ച് കൃപയാൽ നിങ്ങളെ നയിക്കപ്പെടും. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഇതൊരു എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു നോക്കിക്കേ. അനുഗ്രഹങ്ങൾ വണ്ടി വിളിച്ചു വരും. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ദൃത്യപരമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെ മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ വിഷൽമയാമേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.